എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ റീക്യാപ്പ് പോലെയായിരിക്കും കാണിക്കുക. ആ ഒരു പന്നി മോൺസ്റ്റർ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യാൻ പാഞ്ഞടുക്കും. അടുത്ത നിമിഷം ബ്രോഹിയും അവറ്റകളാണെങ്കിൽ അവറ്റകളുടെ പവർ ഉപയോഗിച്ച് ആ പന്നി എൽഡറിനെ അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ്. ലൂഫി ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഒരു കാരണവശാലും അവനെ തൊടാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. ലൂഫിക്കാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര അത്ഭുതം. ബ്രോഹിക്കും അത്രത്തോളം പവർ ഉണ്ട് എന്നുള്ള കാര്യം ലൂഫി അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ലൂഫി ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഒരു കാരണവശാലും അവനെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ബ്രോഹിയും ആ ഒരു എൽഡറിനെ അടിച്ച് തെറിപ്പിക്കും. കട്ട് ചെയ്തവിടെ ജയന്റ് ആണെങ്കിൽ ജ്വല്ലറി ബോണിയെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് സേഫായി കപ്പലിന്റെ അടുത്തേക്ക് എത്തിക്കും. പക്ഷെ അപ്പോഴായിരിക്കും അവർക്ക് വലിയൊരു വെല്ലുവിളിയായി അവിടെ 3 വൈസ് അഡ്മിറൽസ് അവരങ്ങനെ അവിടെ നിൽക്കുക. ദൂരത്തായിട്ട് സാഞ്ചിക്കാണെങ്കിൽ എന്തോ ഒന്ന് നെഗറ്റീവ് അടിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആ പാസിഫിസ്റ്റേഴ്സ് അവരാണെങ്കിൽ നേവി കപ്പലുകൾ തകർത്തു കൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട ആ ഒരു കുതിരയുടെ രൂപത്തിലുള്ള വൈസ് അഡ്മിറൽ ആള് എൽഡർ ആളാണെങ്കിൽ ഇപ്പൊ പാസിഫിസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെ തെറിപ്പിച്ച് കളയുകയാണ്. പാസിഫിസ്റ്റേഴ്സുകളെ എല്ലാം തന്നെ സെക്കൻഡുകൾ കൊണ്ട് അങ്ങനെ നോക്കൗട്ട് ചെയ്യുകയാണ്. ഇനി നേവി കപ്പലുകൾ തകർക്കാനായിട്ട് അവിടെ ഒരു പാസിഫിസ്റ്റേഴ്സ് പോലും ബാക്കിയില്ല. ആ എൽഡറിനാണെങ്കിൽ ഭയങ്കര സന്തോഷവും കോൺഫിഡൻസും. എൽഡേഴ്സിനും അവിടെയുള്ള നേവിക്കാർക്കും അവർക്ക് എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം, ലൂഫിയ ടീമിനെ എങ്ങനെയെങ്കിലും ആ ഒരു ഐലാൻഡിൽ വെച്ച് തന്നെ മുഴുവനായിട്ടും തീർത്ത് കളയണം. കോഴ്സ് എൽഡർ ആണെങ്കിൽ കംപ്ലീറ്റ് ആളുടെ കൺട്രോൾ പോയി ഇപ്പൊ എല്ലാവരെയും വെട്ടിയെറിയാണ്. ഞങ്ങൾ ആ ഒരു ജ്വല്ലറി ബോണി, ഞങ്ങളുടെ ലക്ഷ്യം ആ ജ്വല്ലറി ബോണി പെണ്ണായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ഇത്രയും ഗുരുതരമാകുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. അവൾക്ക് വേണ്ടി ഞങ്ങൾ 5 എൽഡേഴ്സ് കളത്തിലിറങ്ങേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന എല്ലാവരെയും വെട്ടിയെറിയും. എല്ലാത്തിനും കാരണം ആ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കൊന്നുകൊണ്ടേയിരിക്കും. അതേസമയം മറ്റൊരു ഓർഡർ കൂടെ പുറപ്പെടുവിച്ചിട്ടുണ്ടാവും. നോർത്ത് ഈസ്റ്റിലുള്ള വേഗ് ഓഫിന്റെ ആ ഒരു ഷിപ്പുകളെല്ലാം തന്നെ അടിച്ചു തകർക്കണം എന്നായിരിക്കും അവൻ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. കട്ട് ചെയ്ത ഇവിടെ ആ 3 വൈസ് അഡ്മിറൽസിനെ കാണിക്കും. അതില് റെഡ് കിങ് എന്ന പേരുള്ള ഒരു വൈസ് അഡ്മിറൽ ആളാണെങ്കിൽ കയ്യിൽ ബീം പവറൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഓപ്പോസിറ്റായി ജ്വല്ലറി ബോണിയുണ്ട്. അവളെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ പ്രധാന ഉദ്ദേശം. അതിനെ ഫ്രാങ്കി ആണെങ്കിൽ അവിടേക്ക് വന്ന് അവരോട് 3 പേരോടും അവിടുന്ന് കടന്നു പോകാനായിട്ട് പറയും. പക്ഷെ റെഡ് കിങ് ആണെങ്കിൽ അവന്റെ കൈ ചുരുട്ടി ഫ്രാങ്കിക്ക് നേരെ ചാടി വീഴും. ഫ്രാങ്കിയും കൈ ചുരുട്ടി അവർ 2 പേരും ആഞ്ഞെട്ടിക്കുകയാണ്. ഫ്രാങ്കിയുടെ കൈ അത് അത്രത്തോളം സ്ട്രോങ് ആണ്. റെഡ് കിങ്ങിന്റെ കൈ തകർത്ത് അവന്റെ മുഖത്ത് പഞ്ച് വീണ് അവൻ അടിച്ച് താഴെ വീഴും. അടുത്ത നിമിഷം വേറൊരു വൈസ് അഡ്മിറൽ ആണെങ്കിൽ ഇപ്പൊ ജ്വല്ലറി ബോണിനോട് പറയും, ഒരു കാരണവശാലും ഇവിടെയുള്ള ആയുധങ്ങളുമായിട്ട് രക്ഷപ്പെട്ടു പോവാൻ നിന്നെ അനുവദിക്കില്ല. അത് കേട്ട് ജ്വല്ലറി ബോണി പറയും, അവളുടെ റിവഞ്ച് അത് എനിക്ക് തന്നെ വീട്ടണം, ഇവനെ എനിക്ക് തന്നെ പഞ്ച് ചെയ്ത് തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് അവൾ പാഞ്ഞു വരികയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അവളെ തടയാൻ ശ്രമിക്കും. പക്ഷെ അവൾ അതൊന്നും കേൾക്കില്ല. ആണെങ്കിൽ മാപ്പ് പോലെ എന്തൊക്കെ ഉപയോഗിച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കൺട്രോൾ പോയി ജ്വല്ലറി ബോണി അവളാണെങ്കിൽ അവളുടെ സൈസ് കുറയ്ക്കാൻ കഴിയുന്ന ആ ഒരു പവർ അതുപയോഗിച്ച് അവനാണെങ്കിൽ ചെറിയൊരു കുട്ടിയാക്കി മാറ്റും. അവനാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ അവൾ ദേഷ്യപ്പെട്ട് പറയും, എന്റെ പപ്പയോട് ചെയ്തതിന് നിങ്ങളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ചോര അതങ്ങനെ തുളുമ്പി അവനാണെങ്കിൽ താഴേക്ക് അടിച്ചു വീഴും. ഇത് കണ്ട മറ്റൊരു വൈസ് അഡ്മിറൽ ആണെങ്കിൽ വിളിച്ചു പറയും, ജ്വല്ലറി ബോണി നീ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അത് നേവിയിലെ ഒരു വൈസ് അഡ്മിറലാണ്. അതിന് ജ്വല്ലറി ബോണി ആണെങ്കിൽ ആളെയും തെറി വിളിച്ച് ആ ചെറിയ പയ്യനാക്കി മാറ്റിയ അഡ്മിറലിനെ വീണ്ടും തല്ലിക്കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം അറ്റ്ലസ് അവൾ ചാടി വീണ് ഇപ്പൊ ജ്വല്ലറി ബോണിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ആ ഒരു വൈസ് അഡ്മിറലിനെ കിക്ക് താഴിടും. അതിനുശേഷം അവളാണെങ്കിൽ ആളെയും തല്ലി കൊല്ലും. ഓരോ ഭാഗത്തും ഫൈറ്റ് ആണെങ്കിൽ വേറെ ലെവലിൽ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഫൈറ്റ് ഇവിടെ അവസാനിച്ചിട്ടില്ല. നേവിയുടെ ആൾക്കാർ വീണ്ടും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അടുകിട്ടി വീണവരും കുക്കുകൾ പറ്റിയവരും വീണ്ടും പൂർവാധിക ശക്തിയോടുകൂടെ തിരികെ പോരാടാനായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ചെയ്ത ആ ബേർഡ് മോൺസ്റ്ററിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ യോർക്കിന്റെ അടുത്തേക്ക് വരികയാണ്. യോർക്കാണെങ്കിൽ വിളിച്ചു പോവും, ദയവ് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യരുത്. അതിന് ആ ബേർഡ് ആണെങ്കിൽ ദേഷ്യപ്പെട്ട് വലിയ ചങ്ങല അതങ്ങനെ അറുത്ത് താഴിടുകയാണ്. അവനാണെങ്കിൽ അപ്പോഴും ഞെട്ടലും മാറിയിട്ടില്ല. ബേർഡ് ആണെങ്കിൽ അവളോട് ചോദിക്കും, നീയും ഒരു വേഗ് ഓഫ് പങ്കല്ലേ? ആ വേഗ് ഓഫ് പങ്ക് ആള് ഇൻഫർമേഷൻസ് റിവീൽ ചെയ്യുന്ന ആ ഒരു മോണിറ്റർ അതെവിടെയുണ്ടെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവിടുന്ന് പോവുകയാണ്. അവൾക്കാണെങ്കിൽ അവളെ ആ ബേർഡ് രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. അവളാണെങ്കിൽ നിലവിളിച്ചു കൊണ്ടേയിരിക്കും. അതേസമയം വേഗ് ഓഫ് പങ്കിന്റെ ആ ഒരു വീഡിയോ അത് റിവീൽ ആവാൻ ഇനിയും 4 മിനിറ്റ് ബാക്കിയുണ്ട്. ആളാണെങ്കിൽ ഹായ് ആയിട്ട് ഒരു കോഫിയൊക്കെ നക്കി കുടിക്കുകയാണ്. കട്ട് ചെയ്ത യോർക്കാണെങ്കിൽ ആ എൽഡറിനെ ആ റെക്കോർഡിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെയാണെങ്കിൽ കാര്യമായിട്ടൊന്നും അവർക്ക് കാണാനായിട്ട് കഴിയില്ല. ബേർഡ് മോൺസ്റ്റർ ആണെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല. ഈ ഒരു ലാബ് മുഴുവൻ അത് നശിപ്പിച്ച് കളയാണെങ്കിൽ അത് ഒരിക്കലും ടെലികാസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞ് ആള് ആ ഒരു ലാബ് മുഴുവനായിട്ടും
ഫയർ ഉപയോഗിച്ച് നശിപ്പിക്കും. ലേഡി വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ദേഷ്യപ്പെടും. ഓ നോ, ഇതെത്രയോ വരുന്ന വലിയ വലിയ കണ്ടുപിടുത്തങ്ങളുള്ള ലാബാണ്, ഇതെങ്ങനെ ഇങ്ങനെ നശിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു? അതിനായി എൽഡർ ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. എങ്ങനെയെങ്കിലും ടെലികാസ്റ്റിംഗ് തടയണം എന്നൊരാഗ്രഹം മാത്രമാണ് ആ ഒരു എൽഡറിന്റെ മനസ്സിലുള്ളത്. പക്ഷെ അവരെല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും വേഗ് ഓഫ് പങ്കിന്റെ ശബ്ദം അത് ഉയർന്ന് കേൾക്കുകയാണ്. അവരാണെങ്കിൽ ഞെട്ടും. ആ ഒരു ട്രാൻസ്മിഷൻ അത് നടക്കുന്നത് ആ ഒരു ബിൽഡിങ്ങിൽ നിന്നല്ല എന്ന് അവർ തിരിച്ചറിയും. ആ ലേഡി വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഇപ്പോൾ ആ എൽഡറിനോട് പറയും, ഡോക്ടർ വേഗ് ഓഫ് പങ്കിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രാൻസ്പോർട്ടർ സ്നേഹിൽ ആരും കാണാത്തൊരു ഭാഗത്ത് വെച്ചേനെ. അത് കേട്ട ആ ഒരു എൽഡർ ആണെങ്കിൽ ഇപ്പോൾ അവിടെയുള്ള ബിൽഡിങ്ങുകളും ലാബുകളും നശിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അത് കാണുമ്പോൾ അവൾക്ക് ഡബിൾ ഷോക്ക്. അതിനാൽ ലേഡി വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ പറയുന്നത് കേൾക്ക്, അത് വലിയ അപകടമാണ്. ബി ബ്ലോക്കിൽ ആയുധങ്ങൾ അതിന്റെ വലിയൊരു ശേഖരമുണ്ട്. ബ്ലോക്കിൽ ഒരുപാട് ഗ്യാസ് ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അത്തരത്തിലൊരു മൂവ്മെന്റ് നടത്തിയ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. നിങ്ങളടക്കം എല്ലാവരും അതിൽപ്പെട്ട് മരിക്കും. ഈ റൂമുകൾക്ക് എന്തെങ്കിലും ചെറിയൊരു ട്രിഗർ സംഭവിച്ചാൽ തന്നെ എല്ലാം പൊട്ടിത്തെറിക്കും. ആ പങ്ക് റെക്കോർഡ്സ് അതെല്ലാം തന്നെ ഇല്ലാതാവും. ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഇത് സ്റ്റോപ്പ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയും. അപ്പോഴായിരിക്കും ആ ഒരു ബേർഡ് എൽഡർ ആള് ചെറിയൊരു ശബ്ദം കേൾക്കുക. ദൂരത്തായിട്ട് ട്രാൻസ്പോർട്ടർ സ്നെയിൽ അതാൾ ശ്രദ്ധിക്കുകയാണ്. അതുള്ളത് അവിടെയാണ്. സോ അവിടേക്ക് പോയി ആ സ്നെയിൽ അത് നശിപ്പിക്കണം. ഞൊട്ടിയിടയിൽ അവിടുന്ന് കടന്നു പോകും. സ്റ്റസി ആണെങ്കിൽ കക്കുവെ നോക്കി പറയും, ആ ഒരു മോൺസ്റ്ററിനെ നീ കണ്ടോ? അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് ശരിക്കും ആരാണ്? അതിനവൻ പറയും, ഇത്രയും പവറുള്ള ഒരാള് അത് മറ്റാരുമല്ല, ആ 5 എൽഡറിൽ ആരെങ്കിലും ഒരാളായിരിക്കും. ആണെങ്കിൽ വീണ്ടും കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. എന്തുപറ്റി? അവർ നിന്നെ രക്ഷിച്ചില്ലേ? അതിനവള് പറയും, ഞാനാണ് വോളണ്ടിയർ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറഞ്ഞത്, അല്ലാതെ അവരെ രക്ഷിക്കാഞ്ഞിട്ടല്ല. ഇനിയും ചില കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ മുറിവ് പറ്റിയ അവളുടെ വയറിന്റെ ഭാഗത്ത് കൈകൊണ്ട് അമർത്തുകയാണ്. ഇവിടെ നാമയാണെങ്കിൽ ഷോക്കാവും. നിങ്ങൾ എന്തായി പറയണേ? സ്റ്റസിയെ ഇവിടെ വിട്ടിട്ട് പോകണമെന്നോ? അതിനാണെങ്കിൽ അവളുടെ ഓപ്പോസിറ്റുള്ള റോബോട്ട് ആണെങ്കിൽ അവളെ കൺവിൻസ് ചെയ്യും. ആ റൂമിൽ ഇരുന്നുകൊണ്ട് വേണം നമ്മളെ സഹായിക്കാൻ. കൺട്രോൾ റൂമിൽ ഇരുന്ന് ചെയ്ത് നമുക്ക് പോകാനുള്ള വേ അത് ഓപ്പൺ ചെയ്ത് തരണം. സോ അവിടെ അവൾ ഇരുന്നേ പറ്റൂ. വാളണ്ടിയർ ആയിട്ട് ഈ ഡോം അത് ഓപ്പൺ ചെയ്യണം. നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലേക്ക് കയറി വന്ന് ഡോമിലൂടെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. സോ അവളിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് കഴിയൂ. വേഗ് ഓഫ് പങ്ക് നമ്പർ 1 അവളാണ് നമ്മൾ ഇവിടുന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞത്. ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് കപ്പലിലേക്ക് എത്തിക്കാൻ അവളെ കൊണ്ടേ കഴിയൂ. പക്ഷെ അവൾക്കാണെങ്കിൽ ഇപ്പൊ പരുക്ക് പറ്റി. അതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തണം. എഡിസൺ ആണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കും, ഇത് നിമിഷം വേണമെങ്കിലും ഇത് താഴേക്ക് പോവാം. അത് കേട്ട് നാമിയും ചോപ്പറും ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും. ജിംബൈ ആണെങ്കിൽ വിളിച്ചു പറയും, ബൂസ്റ്റർ റെഡിയായി കഴിഞ്ഞു. സാഞ്ചിയും ഗെയിം അവർ രണ്ടുപേരും ഇവിടേക്ക് വന്നാൽ നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഓപ്പർ ആണെങ്കിൽ ഉസോപ്പിനോട് വിളിച്ചു പറയും, നമ്മുടെ കയ്യിൽ ബൂസ്റ്റർ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ഇത്രയും മുകളിലേക്ക് പറന്നു പോകണമെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി അത് ആവശ്യമാണ്. എഡിസൺ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ സമാധാനിപ്പിക്കും, നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിങ്ങളുടെ കപ്പൽ അത് വെള്ളത്തിൽ സേഫ് ആയിട്ട് ഇറക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവൻ കപ്പലിന്റെ അടുത്തേക്ക് വരും. എലിത്താണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. എഡിസൺ, ഒരു കാരണവശാലും നീ അത് ചെയ്യാൻ ശ്രമിക്കരുത്. അതിന് എഡിസൺ ആണെങ്കിൽ എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ആ ഷീൽഡിൽ ആഞ്ഞുരുട്ടി. എഡിസൺ ആണെങ്കിൽ അതിൽ പോയി ഇടിച്ച് പൊട്ടി അങ്ങനെ തെറിക്കും. ലിലിത്തിനാണെങ്കിൽ അത് നോക്കി നിൽക്കാനാവില്ല. അവളാണെങ്കിൽ നെഞ്ച് തകർന്ന് പൊട്ടിക്കരയാണ്. ആൾക്കാർക്ക് എല്ലാവർക്കും അത് കാണുമ്പോൾ വല്ലാത്തൊരു ഷോക്കും വിഷമവും ഒക്കെ തോന്നും.